നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി, കൂടെയുള്ളത് റോജി വർഗീസ്. നമസ്കാരം. ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായി ന്യൂസിലൻഡിൽ വന്ന് ഇപ്പോൾ ന്യൂസിലൻഡിലെ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറാണ് റോജി വർഗീസ്. ഇംഗ്ലീഷുകാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറാണ്. ഓക്കെ. അപ്പോൾ റോജി, ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ സ്കൂളിങ്ങിനെ പറ്റിയാണ്. പല പേരൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ന്യൂസിലൻഡിലെ സ്കൂളിംഗ് എങ്ങനെയാണ്, നല്ലതാണോ സ്കൂളിങ്, എങ്ങനെ ഒരു നല്ല സ്കൂൾ തിരഞ്ഞെടുക്കാം, എവിടെ താമസിച്ചെങ്കിലാണ് നമുക്ക് നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെയുള്ളത്. അതിനെപ്പറ്റി റോജിയുടെ അഭിപ്രായം എന്താണ്? നമ്മൾ ബ്രോഡായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം പ്രൈമറി സ്കൂൾ, യൂഷ്വലി പ്രൈമറി സ്കൂൾ എന്ന് പറയുന്ന ഇയർ 6 വരെ യൂഷ്വലി. പ്രൈമറി സ്കൂളിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓൾ ദ സെയിം, ബിക്കോസ് യങ് ഏജ് ആണ്. നമ്മളങ്ങനെ വലിയ കോഴ്സ് ഔട്ട്ലൈൻ ഒന്നും നോക്കുന്നില്ല. ബേസിക് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പിള്ളേർ സേഫാണോ, ഇവിടുത്തെ ഒരു എൻവയൺമെൻറ്റുമായിട്ട് ജെല്ല് ചെയ്യുന്നുണ്ടോ, വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഹാം വരുമ്പോൾ എന്താ പറയുന്നത്, സ്കൂള് പേരൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ ഇത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. സോ അതിനിപ്പോൾ ഏത് സ്കൂളാണെങ്കിലും ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം. ഇനി അഥവാ എല്ലാ സ്കൂളിലും, അത് സെക്കൻഡറി സ്കൂളാണെങ്കിലും പ്രൈമറി സ്കൂളാണെങ്കിലും എൻവയൺമെൻറ്റ് അനുസരിച്ചാണല്ലോ അവിടുത്തെ പിള്ളേർ, അവിടുത്തെ ഫ്രണ്ട്സ്. ആ എൻവയൺമെൻറ്റ് ഒരു സബ്ജക്റ്റീവാണല്ലോ, ഡെഫിനറ്റ്ലി ഈസ് വെരി സബ്ജക്റ്റീവ്. ആ പേരൻറ്റിന് ഇഷ്ടമല്ലെങ്കിൽ ദിസ് ഓൾവേസ് അൻ അതർ സ്കൂൾ. പിന്നെ ഒരു സോൺ, ഇവിടെ എല്ലാം സോണിലാണല്ലോ. ഫ്രീ അല്ല, ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂൾസിൽ കിട്ടണമെങ്കിൽ ഇവിടുത്തെ സോണിൽ തന്നെ നമ്മൾ കയറണം. ഒരു സോണിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 3 പ്രൈമറി സ്കൂളെങ്കിലും കാണണം. അതെല്ലേ, ഒരു സ്കൂൾ സോണിൽ 3 പ്രൈമറി സ്കൂൾ മിക്കവാറും കാണും. മിക്കവാറും അവിടെ കാണാം. എസ്പെഷ്യലി ഒരു പോപ്പുലേറ്റഡ് സോൺ ആണെങ്കിൽ യു വിൽ ഹാവ് മോർ പ്രൈമറി സ്കൂൾസ്, ഓപ്ഷൻസ് കാണും. സോ വിൽ ഡെഫിനറ്റ്ലി മേക്ക് ദാറ്റ് ചോയ്സ്. ഓക്കെ. ഇനി നമ്മൾ പ്രൈമറി സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പബ്ലിക് സ്കൂളുകളാണോ അതെയോ അതുപോലെ ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളുകളുണ്ടല്ലോ, പ്രൈവറ്റ് എന്ന് പറഞ്ഞെങ്കിൽ സ്റ്റേറ്റ് ഇൻ്റഗ്രേറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് സ്കൂളുകളും ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് സ്കൂളിനെയാണ് നമ്മൾ പ്രൈവറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഇൻ്റഗ്രേറ്റഡ്, നമ്മളിവിടെ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നില്ല, സ്റ്റേറ്റ് ഇൻ്റഗ്രേറ്റഡ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ ഗവൺമെൻറ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എന്ന് വെച്ചാൽ സ്പെസിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ ഇസ് പെയ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഇപ്പോൾ കാത്തലിക് അല്ലെങ്കിൽ റിലീജിയസ് റൺ സ്കൂൾസ് അല്ലെങ്കിൽ കാത്തലിക് റൺ സ്കൂൾസ് എന്ന് പറയുന്നത് സം പാർട്ട് ഓഫ് ദ സ്കൂൾ ദറ്റ് ഇസ് റൺ ബൈ ദ കാത്തലിക് ചർച്ച്, ബാക്കിയെല്ലാം ഗവൺമെൻറ് ആണ്. അതാണ് ഈ സ്റ്റേറ്റ് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം that depends on the school. ഓരോ സ്കൂൾ ഓരോ രീതിയിലാണ്. യെസ്. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് സ്കൂൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രൈവറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്കൂളുകളിലത്തെ ഫീസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും? സ്ലൈറ്റ്ലി ഹയർ ദാൻ സ്റ്റേറ്റ് സ്കൂൾ. അപ്പോൾ സ്റ്റേറ്റ് സ്കൂൾ പലരും പറയുന്നത് കേട്ട്, സ്റ്റേറ്റ് സ്കൂൾ ഫ്രീ ആണോ അതെയോ അവർക്ക് ചെറിയ ഡൊണേഷൻസ് ഒക്കെ കൊടുക്കണം, പക്ഷേ കമ്പാരിറ്റീവ്ലി വെരി ലോ. യെസ്. ഇപ്പോൾ ഫീസ് കൊടുത്തില്ലെങ്കിലും അവർക്ക് അവിടെ പഠിക്കാൻ പറ്റും. അതാണ് ചെറിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുക്കണം. അതെയല്ലേ. യെസ്. ഇനി ഇൻഡിപെൻഡൻറ്റ് സ്കൂളുകളിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ ഫീസും കാര്യങ്ങളും ഒക്കെ ഇറ്റ്സ് ക്വൈറ്റ് ഹൈ. ഇപ്പം നേരത്തെ പറഞ്ഞ പ്രൈമറി സ്കൂളിൽ തന്നെ ഇൻഡിപെൻഡൻറ്റ് പ്രൈമറി സ്കൂൾസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന സ്കൂളാണ് ഫിച്ചീനോ എന്ന് പറയുന്ന FICINO, മൗണ്ട് ഈഡൻ്റെ അടുത്തൊരു പ്രൈമറി ഇൻഡിപെൻഡൻറ്റ് സ്കൂളാണ്. ഐ ബിലീവ് ദെയർ ഫീസ് ഇസ് അറൗണ്ട് $80,000 per year. പ്രൈമറി സ്കൂളിൽ. പക്ഷേ അവർ കൊടുക്കുന്ന കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. അവർ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് എഡ്യൂക്കേഷണൽ ഫിലോസഫീസ് ഉണ്ട്. അവർ ബിലീവ് ചെയ്യുന്ന വെച്ചാൽ അവിടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ഡെവലപ്പ് ചെയ്യുക, ഡാൻസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഫെസിലിറ്റീസ്. ഓ യെസ്. അപ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എ സിംഗിൾ ഏരിയ. അപ്പോൾ അവരുടെ സ്കൂൾ ടൈമിങ് സെയിം ആയിരിക്കും. സ്കൂൾ ടൈമിങ്സ് വിൽ ഓൾവേസ് ബി ദ സെയിം. ഫെസിലിറ്റീസ് കൂടുതലാണെന്നേ ഉള്ളൂ. അതെ. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡറി സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ സെയിം. യു ഗോട്ട് സ്റ്റേറ്റ് സ്കൂൾസ് ഉണ്ട്, സ്റ്റേറ്റ് ഇൻ്റഗ്രേറ്റഡ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് സ്കൂൾസ് ഉണ്ട്. secondary schools, which is, and I believe a lot of families ഇവിടെ വരുമ്പോൾ സെക്കൻഡറി സ്കൂളിലോട്ടായിരിക്കും പിള്ളേർ. ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ പിള്ളേർ വരുന്നത് ആ ഒരു റേഞ്ച്, year 7 to year 13. 7 to 13. Yes, that's the age. Back to that question, what is a good school? See, അതാണ് ഒരു ഈ ഗുഡ്, and I'm being very, നമ്മുടെ നാട്ടിൽ, okay, let's go back. നമ്മുടെ നാട്ടിലൊരു ഗുണം ദോഷം, അല്ലെങ്കിൽ ബിക്കോസ് ഞാൻ 2004 അവിടെ വന്നു, 2004 എൻഡിൽ വന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ പഠിക്കുമ്പോൾ എല്ലാ പേരൻസിനും അറിയാം ഒരു സ്കൂളിലോട്ട് വിടുമ്പോൾ വാട്ട്സ് ദ കോഴ്സ് ഔട്ട്ലൈൻ, എന്താണ് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. മോർ ഇമ്പോർട്ടൻ്റ്ലി ഒരു എക്സാം, ഇനി അഥവാ സബ്ജക്ട്സ് അറിഞ്ഞ്, ഈവൻ ഇഫ് ദേ ഡോണ്ട് നോ ദ സബ്ജക്ട്സ്, എക്സാം വരുമ്പോൾ ആ പെർഫോമൻസ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു മാർക്ക് കണ്ടിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് ഗെയ്ജ് ചെയ്യുന്നത്. 1ാം ക്ലാസ് തൊട്ട് നമ്മൾ 50 മേടിക്കുക എന്നുള്ള എക്സാക്ട്ലി ഒരു വലിയൊരു ഒരു എക്സാം, ഒരു പെർഫോമൻസ് ഹംഗ്രി നേച്ചറാണ് നമ്മുടെ എഡ്യൂക്കേഷൻ അവിടെ. പക്ഷെ ഇവിടെ ഒരു എക്സാം ഫോക്കസ്ഡ് അല്ല.
പിന്നെ അതുപോലെ തന്നെ പലരും എനിക്ക് കുട്ടികളോട് പഠിച്ചുകൊണ്ടറിയാം, പക്ഷേ പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ സ്കൂളിൽ പുസ്തകമൊന്നും കൊണ്ടിരുന്നില്ലോ. അതായത് നമുക്ക് നോട്ട് ബുക്സ് മാത്രമേ ഉള്ളൂ. അത് നോട്ട് ബുക്സ് എഴുതിയില്ല. നമുക്കൊരു ഫീഡ്ബാക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നുമില്ല. അപ്പോൾ അതിന് എങ്ങനെ അതാണ് വെൽക്കം ടു NCA എന്ന് പറയുന്നത് ഇവിടുത്തെ നാഷണൽ കരിക്കുലം. ദേ ഹാവ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വഴിയും യൂസ് ചെയ്യാം. സോ എവറി സ്കൂൾ ഡിറ്റർമിൻസ് ഹൗ ദേ കെൻ ഗെറ്റ് ടു ദോസ് ഗോൾസ്. അതുകൊണ്ട് ഫിക്സ്ഡ് ടെക്സ്റ്റ് ബുക്സ് ഇല്ല. ഓക്കെ. അപ്പോൾ NCA എന്ന് പറഞ്ഞെങ്കിൽ ഇയർ 1 തൊട്ട് NCA ഉണ്ടോ? യെസ്, NCA എന്ന് പറയുന്ന ഒരു ലേണിംഗ്, ഒരു എഡ്യൂക്കേഷണൽ പാരഡൈമാണ്. പാരഡൈം പറയാൻ പക്ഷേ എന്നാലും ഒരു അവർക്ക് ഉദ്ദേശമുണ്ട്. നമ്മൾ NCAയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഐഡിയാസ് ഉണ്ട്. ഇയർ 1 to ഇയർ 5 ദേ ഷുഡ് ബി ഏബിൾ ടു ഡു ദിസ്, അല്ലെങ്കിൽ ഒരു ബ്രോഡ് ഔട്ട്ലൈൻ ഉണ്ട്. അതുകൊണ്ട് ഓരോ സ്കൂൾ വിൽ അപ്രോച്ച് ദാറ്റ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഇത് ഒരു പേരൻറ്റ് ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ ചോദിക്കണം, എന്താണ് ഞാനിപ്പം എൻ്റെ പേരൻ്റ് എന്തായിരിക്കണം, എൻ്റെ സ്റ്റുഡൻറ്റ് എന്തായിരിക്കണം. എക്സാക്ട്ലി. മോർ ഇമ്പോർട്ടൻ്റ്ലി വാട്ട് ആർ ദേ ഗോയിങ് ടു സ്റ്റഡി, ഈ ഇയറിൽ എന്താ, വാട്ട് ആർ ദേ ഗോയിങ് ടു ഡു, ഒരു കോഴ്സ് ഔട്ട്ലൈൻ ഉണ്ടോ, ഹൗ ഡു ഐ ഗേജ് ദിസ് പേഴ്സൺസ് പെർഫോമൻസ്, പ്രോഗ്രസ് കാർഡ്സ് ഉണ്ടോ, പ്രോഗ്രസ് റിപ്പോർട്ട്സ് ഉണ്ടോ, അങ്ങനെയുള്ള. ബിക്കോസ് ഇത് നമ്മുടെ നാട്ടിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. മോസ്റ്റ്ലി ഓൾ സ്കൂൾസ് ഫോളോ ദ സെയിം സിസ്റ്റം. ഇവിടെ അത് ചെയ്യത്തില്ല. അങ്ങനെയാണ്. അതിന് പിന്നെ പലരും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അത് എത്രമാത്രം റോജിക്ക് അതിൽ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓരോ സ്കൂളിലും ചെല്ലുമ്പം ഞാനിപ്പോൾ ഒരു യങ് ആയിട്ടുള്ളൊരു പേരൻ്റ് എന്നോട് ചോദിച്ചാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ചെല്ലുമ്പം കുറച്ച് കുട്ടികൾ ഒരു മൂലയിലിരിക്കുന്നു, വേറെ കുട്ടികൾ കുറച്ച് മൂലയിൽ. നമ്മളാണെങ്കിൽ നാട്ടിൽ 1 to 1 ഇങ്ങനെ ഒരു സാർ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചർ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, കുട്ടികളെല്ലാം ബെഞ്ചിലിരിക്കുന്നു. അങ്ങനെയുള്ളൂ. ഇവിടെ അങ്ങനെയുള്ള ഒരു സിസ്റ്റം അല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ മോളെ എന്താണ് പഠിക്കുന്നത്, ഏത് ഗ്രൂപ്പിലാണ് എന്നൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു? അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഇവിടെ മോസ്റ്റ്ലി ഓൾ സ്കൂൾസ് നമ്മുടെ നാട്ടിൽ ആ ലെക്ചർ മോഡില്ല. ടീച്ചർ ഫ്രണ്ടിൽ നിൽക്കുന്നു, ടീച്ചർ ഒരു ഹെവി എന്താ പറയുന്ന ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നു, പിള്ളേർ നോട്ട്സ് എഴുതുന്നു. ആ സ്റ്റൈലിൽ നിന്ന് മാറി പിള്ളേർ കുറച്ചുകൂടി ഇൻവോൾവ് ആണ്. അതർവൈസ് ദേ ട്രൈ ദ ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് സ്റ്റുഡൻസ് ഇൻവോൾവ് ഇൻ വാട്ട് ദേ സ്റ്റഡി. അതുകൊണ്ട് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസും ഉണ്ട്. അതിൻ്റെ പ്രോ എന്ന് പറയുന്നത് ഇച്ചിരി പഠിച്ചാൽ പോലും the student is involved in that learning. അതിൻ്റെ കോൺ അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ചിലപ്പം കോണ്ടന്റ് അത്രയും ഹെവി ആയിരിക്കത്തില്ല. നമ്മളിപ്പോൾ നാട്ടിലെ ഒരു സിലബസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇയർ 6 ഇവിടെ പഠിക്കുന്നതും ഒരു ഇയർ 6 നാട്ടിൽ പഠിക്കുന്നതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ലെസ്. ശരിയാണ്. അത് പലരും സെക്കൻഡറി സ്കൂളിൽ വന്നിരിക്കുന്നവർ പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്. എൻ്റെ കുട്ടികൾക്കെല്ലാം അറിയായിരുന്നു, അവിടെ എനിക്ക് അവർക്കൊന്നും പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയില്ല സ്കൂളിൽ ചെന്നപ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പലരും കേട്ടിട്ടുണ്ട്. പക്ഷേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, സത്യം പറഞ്ഞാൽ സോ വാട്ട്, നമ്മൾ ആ ചിന്തിക്കണ്ടേ, ലൈക്ക് വാട്ട് ഡസ്, ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ ദ പേരൻറ്റ്സ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് നൗ. വാട്ട് ഡസ് എ പേരൻറ്റ് വാണ്ട്? നാട്ടിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് എ സിസ്റ്റം ഫോർ ഒരു ഹോൾ സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് സിമിലർ ആണ്. ഇവിടെ പേരൻസ് ചോദിക്കണം, ലൈക്ക് വാട്ട് ഡു യു വാണ്ട് ഫ്രം യുവർ ചിൽഡ്രൻ. ഇപ്പം സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്കൻഡറി സ്കൂൾസ് ഉണ്ട്, അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്കൻഡറി സ്കൂൾസ് ഉണ്ട്, ആർട്സ് ഓറിയൻറ്റഡ്, ഫോർ എക്സാമ്പിൾ പെയിൻറ്റിങ്, ഡ്രാമ, ഇത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കൂൾസ് ഉണ്ട്. സോ അതിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം ആ സ്കൂൾ തിരഞ്ഞെടുക്കേണ്ടത്. ആൻഡ് പ്രോബബ്ലി ഒരു യങ് ഏജ് വന്നു കഴിഞ്ഞാൽ, ലൈക്ക് ഒരു ഇയർ 7, ഇയർ 8 ആകുമ്പോൾ ഐ ബിലീവ് പേരൻസ് ഷുഡ് ഡു ദാറ്റ് ഹോംവർക്ക്. ഓരോ സ്കൂളിൽ പോയി അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർക്ക് പോയി ചോദിക്കുക ഏത് സ്കൂളാണ് ഇതെന്താണ്, പിന്നെ കൊച്ചിൻ്റെ ഇൻട്രസ്റ്റ് നോക്കിക്കാൻ പോവാം. അതെ, ഞാൻ നോക്കുന്നുണ്ട്. പ്രൈമറി സ്കൂളിൽ പോയിട്ട സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു ന്യൂറോ സർജനായിട്ടും മാറത്തില്ല. എക്സാക്ട്ലി. ട്രക്ക് ഡ്രൈവ് ചെയ്യാനും ആളുകൾ വേണം. അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് വിടുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചുള്ള ഒരു സിസ്റ്റമാണ്. എഞ്ചിനീയറാണ്, ഡോക്ടറാണ്. അതെ. അപ്പോൾ ആ രീതിയിലാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നു പറഞ്ഞെങ്കിൽ 7 തൊട്ട് 9 വരെയുള്ള ക്ലാസ്സുകളിലൊന്നും എക്സാം ഒന്നും ഇല്ലാന്ന് റോജി തന്നെ പറഞ്ഞു. 7 to 10 വരെ. 7 to 10 വരെ. യെസ്, NCA ലെവൽ 1 എക്സാംസ് പണ്ടുണ്ടായിരുന്നു. അപ്പം സ്ലോലി ആൾക്കത് അവരത് മാറ്റാനുള്ള ഒരു ഐഡിയയിലാണ് ഈ ഗവൺമെന്റ് കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ മാറ്റും. ബിക്കോസ് അതിന് പേർപ്പസ് കാണുന്നില്ല. യൂണിവേഴ്സിറ്റീസ് അക്സെപ്റ്റ് ചെയ്യുന്നത് മിനിമം ലെവൽ 2 NCA ആണ്. സോ ദേ ഡോണ്ട് സീ ദ പേർപ്പസ് ഫോർ ലെവൽ 1. പണ്ടത്തെ ലെവൽ 1ൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് വെച്ചാൽ പ്രിപ്പയർ ചെയ്യുവാണ്. ഇപ്പം അതിന് ആവശ്യമില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. കുറേ സ്കൂൾസ് ചെയ്യുന്നില്ല. സോ യെസ്, അതാണ് ഇപ്പോഴത്തെ കറന്റ് സ്റ്റേറ്റസ്. അപ്പോൾ ഈ NCA ലെവൽ 1 എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം പുതിയ പേരൻസിനോട് പറയുകയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ +1ഉം +2 ആണ്. അങ്ങനെ നമുക്ക് അങ്ങനെ പറയാം. യെസ്, ഒരു ഈസിനെസ്സിന് വേണ്ടി. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൗ ഡു യു പുട്ട് ദിസ്, ഒരു കോണ്ടന്റിൻ്റെ
പർട്ടിക്കുലർ ഡിഫിക്കൽട്ട് ലെറ്റ്സ് പുട്ട് ദിസ് ഒരു കോണ്ടന്റ് എന്ന് പറയുമ്പോൾ അത് മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും കോണ്ടന്റ് ഈ പഠിക്കുന്ന ആ കോണ്ടന്റ് ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഒരു സർട്ടൺ ഡിഫിക്കൽട്ടി എത്തുമ്പോഴാണ് ആ ഡിഫിക്കൽട്ടിയെ വിളിക്കുന്നതാണ് ലെവൽ 1 അല്ലെങ്കിൽ ലെവൽ 2. സോ ആ ചിലവരുണ്ട് എനിക്ക് ലെവൽ 2 മതി, I don't want to go more than this. Because level 3 ഉണ്ട്. So നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എടുക്കുന്ന സബ്ജക്ട്സ് whatever the undergrad നമ്മൾ എടുക്കുന്ന ക്വാളിഫിക്കേഷൻസ് എന്തായിരിക്കും, അപ്പോൾ ആ സബ്ജക്ട്സിന്റെ ലെവൽ 3 നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്. അത് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ലെവൽ 2 മിനിമം വേണം എല്ലാത്തിനും. യൂണിവേഴ്സിറ്റി കയറണമെങ്കിൽ യു നീഡ് എ ലെവൽ 2. ഓക്കെ. അപ്പം നമുക്ക് ലെവൽ 1 തൊട്ട് നമുക്ക് സബ്ജക്ട് ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ സബ്ജക്ട് സ്കൂളിൽ ഉണ്ടെങ്കിൽ ഓരോ സ്കൂളിൽ ആ ചോയ്സസ്. ഇപ്പം നമ്മൾ ഒരു സോണിൽ പഠിക്കുന്ന, ഇപ്പോൾ ഒരു സോണിലുള്ളതെന്ന് വെച്ചെങ്കിൽ ആ സോണിൽ ആ സ്കൂളിൽ ആ സബ്ജക്റ്റ് ഇല്ലെങ്കിലോ അവർക്ക് വേറെ സ്കൂളിൽ ഇപ്പോൾ പഠിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് സോൺ ആണെങ്കിൽ it will be a problem. Now, what do I mean by zone? Zone എന്ന് പറയുന്നത് സിറ്റി കൗൺസിലാണെന്ന് തോന്നുന്നു. ഐ ബിലീവ് ഇറ്റ് സിറ്റി കൗൺസിൽ. പക്ഷേ എനിവേ സിറ്റി കൗൺസിൽ അല്ലെങ്കിൽ പോലും ഒരു റേഞ്ച് ഓഫ് സ്കൂൾസ് ഉണ്ട് ഒരു ഏരിയയിൽ. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ താമസിക്കുവാണെങ്കിൽ ഇഫ് യു ആർ റെസിഡൻറ്റ് ഓഫ് ദാറ്റ് ഏരിയ, നമ്മൾ അതിൻ്റെ പ്രൂഫ് ഓഫ് അഡ്രസ്സ് കാണിക്കുകയാണെങ്കിൽ യു വിൽ ബി ഗിവൻ ഫസ്റ്റ് പ്രയോറിറ്റി. അല്ലെ ഫസ്റ്റ് പ്രയോറിറ്റി, യു വിൽ ബി ഗിവൻ പ്രയോറിറ്റി ടു ഗെറ്റ് ഇൻ ടു ദോസ് സ്കൂൾസ്. ആ സോണിൽ ഒരു സ്കൂളും നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് സോൺ ആയിട്ട് വിൽ ബി കൺസിഡർ ടു ബി വേറൊരു സ്കൂളിൽ നമ്മൾ ചേരാൻ പോവുകയാണെങ്കിൽ യു ആർ എൻ ഔട്ട് ഓഫ് സോൺ സ്റ്റുഡൻറ്റ്. അത് കോട്ട അനുസരിച്ച് പല കോട്ടകളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കാത്തലിക് സ്കൂളുകൾക്ക് പോലും സോണിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഓ യെസ്. ഇൻഡിപെൻഡന്റ് സ്കൂളിന് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിന് സോണിംഗ് ഇല്ല. ബിക്കോസ് ദേ ചാർജ് ഫുള്ളി പെയ്ഡ് ആയതുകൊണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ സൗത്ത് ഓക്ലൻഡിൽ താമസിച്ചാലും സെൻട്രൽ ഓക്ലൻഡിൽ പോയി പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് സ്കൂൾ ന്യൂ മാർക്കറ്റിലാണ്, ഇറ്റ്സ് ഇൻ ദ സിറ്റി. വേറൊരു ഇൻഡിപെൻഡൻറ്റ് സ്കൂൾ എന്ന് പറയുന്നത് നോർത്ത് ഷോറിലാണ്. അപ്പോൾ എൻ്റെ അറിവിൽ ഇവിടെ പാപ്പറ്റോ എന്ന ആ നോർത്ത് ഷോർ ഇൻഡിപെൻഡൻറ്റ് സ്കൂളിൽ പോയി പഠിക്കുന്ന ആൾക്കാർ ഉണ്ട്. പാരൻസ് ആർ റെഡി ടു ട്രാവൽ, കമ്മ്യൂട്ട് ചെയ്യാൻ അവർക്ക് ദേ ഹാവ് ടു, ദേ വാണ്ട് ടു നമുക്ക് പറയാം. സ്റ്റേറ്റ് സ്കൂളിൽ നമുക്ക് ലക്കുണ്ടെങ്കിൽ കിട്ടുമെന്നേ ഉള്ളൂ. നല്ല സ്റ്റേറ്റ് സ്കൂളിൽ നല്ലത് ഉദ്ദേശിച്ച് ആ പേരന്റിന് ഇഷ്ടപ്പെട്ട സ്കൂളുകൾ സ്കൂൾ കിട്ടും, അത് ഉറപ്പാണ്. അവരുടെ സോണിലുള്ള സ്കൂൾ ഡെഫിനറ്റ്ലി ഏതെങ്കിലും സ്കൂൾ കിട്ടിയിരിക്കും. ഔട്ട് ഓഫ് സോണിൽ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള സ്കൂളിൽ കിട്ടണമെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹോം വർക്ക്, വാട്ട് കൈൻഡ് ഓഫ് സ്കൂൾ ഡു യു വാണ്ട്. ഇനി നല്ല സ്കൂളിൽ ചേർന്ന് ഞാൻ ഉദ്ദേശിച്ച് എപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ ഗുഡ് എന്ന് പറയുന്നത് പേരൻസിൻ്റെ ഹോംവർക്ക് അനുസരിച്ചാണ്. വാട്ട് ഡു ദേ വാണ്ട് ഫ്രം ദ സ്കൂൾ. അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂള് കിട്ടണമെങ്കിൽ ദേ ഹാവ് ടു ബി സ്ലൈറ്റ്ലി ലക്കി. ബിക്കോസ് അത്രയും ഇൻഫർമേഷൻ വേണം. ഇനി അഥവാ ചൂസ് ചെയ്ത് വിചാരിച്ചോ, ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദ സ്റ്റുഡൻറ്റ് വുഡ് ലൈക്ക് ദ പ്ലേസ്. ആ ലേണർ, അവിടുത്തെ ഫ്രണ്ട്സ്, ആ ബാച്ചിലുള്ള പിള്ളേർ, ടീച്ചേഴ്സ് എപ്പോഴും എപ്പോഴുമില്ല. ചിലപ്പം ഒരു സ്കൂളിൽ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഹി ഓർ ഷീ മൈ ടീച്ച് ദെയർ ഫോർ അറൗണ്ട് 10 years. ചിലപ്പോൾ നല്ലൊരു ഓഫർ കിട്ടി ആ ടീച്ചർ മാറും. ടീച്ചർ മാറുന്നതനുസരിച്ച് ആ സബ്ജക്റ്റിൻ്റെ ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കുറയും. ആ സ്കൂളിൽ ആ ഇമ്പോർട്ടൻസ് കുറയും. ചിലപ്പോൾ ആ ടീച്ചർ ആ സ്കൂളിലായതുകൊണ്ട് ആ റിസോഴ്സസ് കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ അത്രയും നോളജുമായിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരും. എനിക്കറിയാൻ പറ്റിയ ചില സ്കൂളിലൊക്കെ പോലീസിൻ്റെ മുൻപിൽ വെച്ച് തന്നെ സ്ലോട്ട് ഇട്ടിട്ട് എടുക്കുന്ന സ്കൂൾ വരെ ഉണ്ടല്ലേ. അങ്ങനെയുള്ള സ്കൂളുകൾ, അത് ഹൈ ഡെസൈൽ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുകളിലൊക്കെ. ഇപ്പം ഞാൻ തിരിച്ച് പ്രൈമറിയിലേക്ക് വരികയാണെങ്കിൽ, പ്രൈമറി സ്കൂളിൽ ഇപ്പം നമുക്ക് ഔട്ട് ഓഫ് സോണിൽ പഠിക്കണമെങ്കിൽ, ഇവിടെ ഉള്ള ഒരാൾ ഔട്ട് ഓഫ് സോണിൽ പോയി പഠിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രൈമറിയിൽ എപ്പോഴാണ് എൻറോൾ ചെയ്യേണ്ടത്? You can enroll your student at any time. Primary ആകുമ്പോൾ, സെക്കൻഡറി ആകുമ്പോഴും you can enroll it at any time. ഇപ്പോൾ നാട്ടിൽ, ഫോർ എക്സാമ്പിൾ, നാട്ടിൽ നിന്നൊരു ഫാമിലി വരുന്നു, year 3, ഒരു let's say ഒരു 8 years old അല്ലെങ്കിൽ ഒരു 8-year-old kid ഉണ്ടെന്ന് വിചാരിച്ചു. യൂഷ്വലി ആൾക്കാർ ചെയ്യുന്ന വെച്ചാൽ ഒരു പെട്ടെന്ന് ഒരു ഇതിന് വേണ്ടിയാണെങ്കിൽ ഒരു സോണൽ സ്കൂളിലായിരിക്കും ചേർക്കുന്നത്. ഇറ്റ് ടേക്സ് about 3 to 4 months to understand what they want. യൂഷ്വലി അങ്ങനെ വരത്തുള്ളൂ. ഇനി അഥവാ they have information എന്ന് വെച്ചോ, അത്രയും ലക്ക് വേണം. ബിക്കോസ് ഔട്ട് ഓഫ് സോൺ ഒരു സ്റ്റുഡൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് അവരുടെ കപ്പാസിറ്റി ഫിൽ ആയില്ല, എന്നാലേ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ അവർ വരുന്ന ഒരു മെയ് മാസത്തിലാണെന്ന് പറഞ്ഞു വരുന്നതെന്ന് ഓർത്തു. ഇപ്പം നമ്മൾ ഫെബ്രുവരി നമ്മുടെ സ്കൂൾ തുടങ്ങുമല്ലോ, ജനുവരി എൻഡല്ലേ ഫെബ്രുവരി സ്കൂൾ തുറക്കും. അപ്പോൾ മെയ് മാസത്തിൽ വന്നെങ്കിൽ മെയ്യിൽ തന്നെ പോയി സ്കൂളിൽ ചേരാം. ഓക്കെ. ഇനി അടുത്തതെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സ്കൂളിൽ കൊണ്ടുപോയി ചോദിക്കേണ്ട ആവശ്യമില്ല.
അല്ലേ റോജിന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോകേണ്ടത് സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയുള്ള ആവശ്യമുള്ള കാര്യം അതൊക്കെ ടീച്ചർമാർ ഓരോ സ്കൂളിൽ നിന്ന് ഓരോന്നല്ലേ അപ്പോൾ ഡെഫിനറ്റ്ലി അവർ എന്തൊക്കെ കൊണ്ടുവരുന്നത് അവർ പിന്നെ ഫേക്ക് ചെയ്തുകൊണ്ടേ കാണിക്കരുത് അതൊരു മസ്റ്റാണല്ലേ ചോദിച്ചോ. അതെ. അപ്പം ഇവിടെ സോണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു സ്കൂളിൽ നിന്ന് ഇപ്പോൾ സ്കൂളിൽ നമ്മൾ പോയി എൻറോൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവിടെ കാണിക്കേണ്ടത്? സോണൽ സ്കൂളിലാണെങ്കിൽ ആ സോണിൽ താമസിക്കുന്ന പ്രൂഫ് ഓഫ് അഡ്രസ് വേണം. സോ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഡെഫിനറ്റ്ലി സ്കൂളിൽ തന്നെ ഒരു ലിസ്റ്റ് പറയും. Now there have been situations where ഇപ്പം നല്ല സ്കൂളുകളുണ്ട്, എല്ലാവർക്കും ഇവിടെ താമസിച്ച് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഫാമിലീസിന് അറിയാം ഈ സ്കൂൾ ഇസ് പ്രെറ്റി ഗുഡ്, അല്ലെങ്കിൽ അതിനൊരു പോപ്പുലർ സ്കൂളാണെന്ന്. ചിലവർ ഫേക്ക് ഡോക്യുമെന്റ്സ് വേണം. പല പ്രശ്നങ്ങളുണ്ടായല്ലോ, പ്രൂഫ് ഓഫ് അഡ്രസ് മാറ്റി. പക്ഷെ അത് പിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം. സോ അഫ്കോഴ്സ് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഇമിഗ്രൻസ് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞ് 3-4 കൊല്ലം താമസിച്ച് പഠിച്ചു കഴിഞ്ഞ് ചെയ്യുന്ന ആൾക്കാരാണ് അത് യൂഷ്വലി അത് ചെയ്യുന്നത്. ഒരു ആബ്സല്യൂട്ട് ന്യൂ ഫ്രഷ് ഓഫ് ദ ബോട്ട് വരുന്ന ആൾക്കാർക്ക് ആ ഇൻഫർമേഷൻ അറിയത്തില്ലല്ലോ. അതെ, അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പം ഡെഫിനറ്റ്ലി പേരൻസിനോട് പറയാനുള്ളത്. പിന്നെ അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ചെയ്തത്. പിന്നെ ഞാൻ കണ്ടത് എൻ്റെ ഒരു ഹംബിൾ എക്സ്പീരിയൻസ് അനുസരിച്ച് വളരെ റെയറായിട്ടാണ് ഞാൻ ആ പേരൻസ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അവർ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ് വാട്ട്സ് എ ഗുഡ് സ്കൂൾ, പക്ഷേ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ദിസ് ഇസ് വാട്ട് ഡു യു ഹാവ് ദിസ് ഇൻ ദി സ്കൂൾ, വാട്ട് വിൽ യു ഡു ഹിയർ, കോഴ്സ് ഔട്ട്ലൈൻ ഉണ്ടോ, എന്താ പറയുന്നത്, പ്രോഗ്രഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഇതൊന്നും ഞാൻ അങ്ങനെ പേരൻസ് ചോദിക്കാൻ കണ്ടിട്ടില്ല. അതാണ് മെയിനായിട്ട് പേരൻസ് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ. ബിക്കോസ് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. The fact that ഇവിടെ എക്സാം ഓറിയന്റഡ് അല്ല ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ. ടു ബി ഓണസ്റ്റ്, കുറേ സ്കൂളുകളിൽ ഏജ് ബേസ്ഡ് പ്രോഗ്രഷൻ ആണ്. എന്ന് വെച്ചാൽ എക്സാം എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് എ വേ ടു ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ദ സ്റ്റുഡൻറ് ഹാസ് ലേൺ. അതെ, അത് ഇവിടെ ജെന്നിയൊക്കെ പറയുകയാണെങ്കിൽ മെമ്മറി ടെസ്റ്റ് അല്ലേ, നമ്മുടെ നാട്ടിലാണെങ്കിൽ മെമ്മറി ടെസ്റ്റ് ആണ്. നമ്മൾ പഠിച്ചു പോയി അവിടെ എഴുതി വെക്കും, റോട്ട് ലേണിംഗ് എന്ന് നമ്മൾ പറയാം. അത്രേ ഉള്ളൂ. ഇവിടെ എക്സാം അതുകൊണ്ട് ഇവിടെ ഫെയിൽ ഇല്ല. ദിസ് ഇസ് വാട്ട് യു ആർ. നമ്മൾ IELTS എഴുതുമ്പോൾ, നമ്മളിപ്പോൾ IELTS എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ PT എഴുതുമ്പോൾ അവിടെ ഫെയിലിയർ ഇല്ലല്ലോ. അല്ല, ഓരോരുത്തർക്കും ഓരോ ഗ്രേഡ് കിട്ടും, അത്രേ ഉള്ളൂ. ആൻഡ് therefore ഇപ്പോൾ 7ാം ക്ലാസ്സിൽ ഒരു എക്സാം എഴുതുന്നു, ഒരു ഹൈ ഗ്രേഡ് കിട്ടിയോ ലോ ഗ്രേഡ് കിട്ടിയോ ഡസന്റ് മാറ്റർ, യു സ്റ്റിൽ മൂവ് ടു ഇയർ 8, യു സ്റ്റിൽ മൂവ് ടു ഇയർ 9. നമ്മുടെ നാട്ടിലൊക്കെ 8ാം ക്ലാസ് 3 കൊല്ലം പഠിച്ചവരും ഒക്കെ നമ്മൾ അങ്ങനെയുള്ളവരുണ്ടല്ലോ. എക്സാക്ട്ലി. എല്ലാ സ്കൂളിലും അങ്ങനെ ചെയ്യത്തില്ല, പക്ഷേ മോസ്റ്റ്ലി ന്യൂസിലൻഡിലെ മിക്ക സ്കൂളുകളും ഏജ് ബേസ്ഡ് പ്രോഗ്രഷൻ ആണ്. അതിപ്പോൾ നമ്മൾ നാട്ടിൽ എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്. ഇപ്പം നാട്ടിൽ നിന്ന് വന്നു, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിച്ചില്ല, 3ാം ക്ലാസ്സിലേക്കാണ് സ്ട്രൈറ്റ് പോയത്. 8 വയസ്സായിരുന്നു, 3ാം ക്ലാസ്സിൽ പോയി. പക്ഷേ അത് പറഞ്ഞാൽ പോലും ഐ വുഡ് ഓൾസോ സേ ദി അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചിലപ്പം ഇവിടെ ഒരു ഇയർ 9, ഫോർ എക്സാമ്പിൾ ഒരു ഇയർ 9 ഒരു സ്റ്റുഡൻറ്റ് ചേർന്നു, സ്കൂൾ അവർക്കൊരു ടെസ്റ്റ് കൊടുക്കുന്നു, ആൻഡ് ദേ ഫൈൻഡ് ഔട്ട് ഈ ഒരു സ്റ്റുഡൻറ്റിൽ ഇംഗ്ലീഷ് ഇയർ 9 ലെവലല്ല, ഇയർ 11 ലെവലാണ് ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇംഗ്ലീഷ്. പക്ഷേ മാത്സ് ഒരു ഇയർ 8 ലെവലാണ്. ദേ വിൽ ഗിവ് നെക്സ്റ്റ് ഇയർ അവർ പുള്ളിക്കാരത്തിൽ പോകുമ്പോൾ ദേ വിൽ ഗിവ് സബ്ജക്ട്സ് അക്കോർഡിംഗ്ലി. NCAയുടെ ഒരു ഗുണം അതാ, ദേ ആക്ച്വലി put you in classes depending on your level of understanding. അങ്ങനെ ടീച്ചേഴ്സ് അങ്ങനെ സ്കൂൾ തന്നെ ചെയ്യും. എസ്പെഷ്യലി ഇഫ് ദേ ഫൈൻഡ് യു റിയലി ഗുഡ് അറ്റ് എ സബ്ജക്ട്, അവർ ഫോഴ്സ് ചെയ്യത്തില്ല ആ ലെവലിൽ നിൽക്കാൻ. അത് തന്നെ, അതുകൊണ്ടാണ് പലരും പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇയർ 12 പഠിക്കുമ്പോൾ ഇയർ 13 മാത്സ് ആണ് ചെയ്തത്. അത് ഇയർ 13 സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്തു, ഇയർ 13 എത്തിയപ്പോൾ ഞാൻ കാൽക്കുലസ് ചെയ്തു, അപ്പോൾ രണ്ടും പഠിച്ചു. അങ്ങനെയൊക്കെയുള്ളത് പറയുന്നത് അതുകൊണ്ട് തന്നെ. പിന്നെ മറക്കരുത്, NCA മാത്രമല്ല ന്യൂസിലൻഡിലുണ്ട്, ഇവിടെ ഇന്റർനാഷണൽ സിലബസ് ഉണ്ട്, ലൈക്ക് കേംബ്രിഡ്ജ് ഉണ്ട്, IB ഉണ്ട്. കേംബ്രിഡ്ജ് എന്ന് പറയുന്ന വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഇംഗ്ലണ്ടിൽ വരുന്ന സിലബസ് ആണ്. IB എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബാക്കലറേറ്റ് അതുകൊണ്ട് ന്യൂസിലൻഡിൽ. സോ അത് ചൂസ് ചെയ്യുന്ന എക്സ്പെൻസീവ് ആണ് കമ്പയർ ടു NCA, പക്ഷെ അത് ചൂസ് ചെയ്യുന്ന പേരൻസും ഉണ്ട്. അതെ അല്ലേ. പക്ഷേ NCAയേക്കാളും ലെവൽ കൂടുതലാണോ കേംബ്രിഡ്ജും IBയും? അതെയോ ലെവൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് NCA അത്ര പോരാ എന്ന്. അതിനെപ്പറ്റി IB ആൻഡ് കേംബ്രിഡ്ജ് ഇസ് വേൾഡ് റെക്കഗ്നൈസ്ഡ്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. ഒരു +2 നമ്മൾ കേംബ്രിഡ്ജ് നമ്മൾ പഠിച്ച് നമ്മൾ വെളിയിറങ്ങുവാണെങ്കിൽ ഈ 2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ you don't have to prove it. Whereas നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു കോളേജിൽ നിന്ന് പഠിച്ചു അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ we have to show in different ways. നമ്മൾ പ്രൂവ് ചെയ്യണം that we are capable of understanding this. ഒരു കേംബ്രിഡ്ജ് പഠിക്കുമ്പോൾ നമുക്കത് അല്ലെങ്കിൽ IB സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അത് പറയേണ്ട ആവശ്യം വരുന്നില്ല. സോ ദാറ്റ്സ് അതിന് വേൾഡ് റെക്കഗ്നിഷൻ ഉണ്ട്. Now does that mean it's better? See, that depends on how you look at it. പെർസ്പെക്റ്റീവ് ആണ്.
യൂണിവേഴ്സിറ്റിക്ക് ലെവൽ 2 is enough. അല്ലെങ്കിൽ ലെവൽ 3 NCA is more than enough. ഇറ്റ്സ് ഫൈൻ. ഇപ്പം പെട്ടെന്ന് ന്യൂസിലൻഡ് പഠിച്ച ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് നമ്മളിപ്പം അവർ ഓസ്ട്രേലിയ പോകുമെന്ന് വിചാരിച്ചു, കേംബ്രിഡ്ജ് വുഡ് ആക്ച്വലി ഹെൽപ്പ്. അല്ലെങ്കിൽ US പോകുമെന്ന് വിചാരിച്ചു, കേംബ്രിഡ്ജ് ഓർ IB വുഡ് ഹെൽപ്പ്. അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര ഈസി ആക്കും. Now, Cambridge is easy for mostly Asian സിസ്റ്റം, എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏഷ്യൻ രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിൽ ദേ വുഡ് ഫൈൻഡ് കേംബ്രിഡ്ജ് ഫെമിലിയർ. ഈസി എന്ന് പറഞ്ഞില്ല, ഫെമിലിയർ എന്ന് വെച്ചാൽ ഓരോ കൊല്ലം കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ട്, ആ എക്സാമിന് സ്ട്രോങ് കോൺസിക്വൻസസ് ഉണ്ട്, ആ എക്സാം പാസ്സായില്ലെങ്കിൽ യു കാൻ മൂവ് ടു ദ നെക്സ്റ്റ് ലെവൽ. അതാണ് കേംബ്രിഡ്ജ്. കേംബ്രിഡ്ജിൽ എക്സാം പാസ്സായില്ലെങ്കിൽ മൂവ് ഫോർവേഡ് ആകത്തില്ല. അപ്പം നമ്മുടെ നാട്ടിൽ അതേ രീതിയാണത്. സോ ദേ വുഡ് ബി ഫെമിലിയർ വിത്ത് ഇറ്റ്. IB എക്സാക്ട്ലി ദ സെയിം, പക്ഷെ അവരുടെ എക്സാം രീതി ഇച്ചിരി ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ, പക്ഷേ ദ സെയിം കോൺസിക്വൻസസ്. അവരുടെ സിലബസസും അവരുടെ സിലബയും അവരുടെ കോണ്ടന്റും സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഇറ്റ്സ് വേൾഡ് റെക്കഗ്നൈസ്ഡ്. അപ്പോൾ പറയുവാണെങ്കിൽ കേംബ്രിഡ്ജ് ആണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറയാൻ പറ്റും അല്ലേ? നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് റിയലി ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു സ്റ്റഡി. NCA പഠിപ്പിക്കുന്ന രീതിയും NCA എക്സ്പെക്ട് ചെയ്യുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആണ്, കേംബ്രിഡ്ജ് എക്സ്പെക്ട് ചെയ്യുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. IB എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫി ഉണ്ട്, ആ ഫിലോസഫി അനുസരിച്ചാണ്. ദ മോസ്റ്റ് ഈസിയസ്റ്റ് ക്വസ്റ്റൻ ഇസ്, ക്യാൻ ഐ ഗെറ്റ് ടു യൂണിവേഴ്സിറ്റി? ഈ ഒരു നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സിന് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ? കേംബ്രിഡ്ജും IB ആകുമ്പോൾ you have to choose subjects depending. അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിക്കണം, നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യണം. ദിസ് ഈസ് വാട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതല്ലേ. എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ ഐ ഹാവ് ടു ചൂസ് ഫിസിക്സ് ആൻഡ് മാത്സ്. അപ്പോൾ അതുപോലെ കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ സിലബായി നമ്മൾ നോക്കുമ്പോൾ വി ഹാവ് ടു ചൂസ് ദോസ് സബ്ജക്ട്സ് മച്ച് ഏർലിയർ. NCAക്ക് നിർബന്ധമില്ല, ബിക്കോസ് ക്രെഡിറ്റ്സ് ബേസ്ഡ് ആണ്. എല്ലാ സ്കൂളിലും ഈ കേംബ്രിഡ്ജും NCA ഉണ്ടോ? ഇല്ല, ഡെഫിനറ്റ്ലി നോട്ട്. സ്കൂൾ തീരുമാനിക്കണം ഇഫ് ദേ വാണ്ട് ഇറ്റ് ഓർ നോട്ട്. മിക്ക എല്ലാ സ്കൂൾസും NCA ആണ്, പക്ഷേ ഫോർ ദ ലാസ്റ്റ് ഐ തിങ്ക് ഇൻ ദ ലാസ്റ്റ് 2 years അല്ലെങ്കിൽ 3 years എന്ന് വെച്ചോ, കോവിഡ് കഴിഞ്ഞപ്പോൾ ദർ ഇസ് എ റൈസിങ് ഇൻട്രസ്റ്റ് ഇൻ ബോത്ത് കേംബ്രിഡ്ജ് ആൻഡ് IB. കേംബ്രിഡ്ജ് ആണ് ഏറ്റവും പോപ്പുലർ ന്യൂസിലാൻഡിൽ, പക്ഷേ IBക്കും നല്ല ഡിമാൻഡ് ഉണ്ട്. മെയിൻലി എനിക്ക് തോന്നുന്നത് ഈ പ്രൈവറ്റ് സ്കൂളുകൾ, ഇൻഡിപെൻഡന്റ് സ്കൂളുകളൊക്കെ ഇൻഡിപെൻഡന്റ് ആൻഡ് സ്റ്റേറ്റ് ഇന്റഗ്രേറ്റഡ് പ്രിഫർ ചെയ്യുന്നത് കേംബ്രിഡ്ജ് ആണ് തോന്നുന്നല്ലേ? രണ്ടും തന്നെ IB ഉണ്ട്. ഡെഫിനറ്റ്ലി IB is there a few too. Yes. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഇപ്പം കേംബ്രിഡ്ജും NCAയും ഉണ്ട്. എനിക്കറിയുന്ന സ്കൂളിൽ കേംബ്രിഡ്ജ് IB ആൻഡ് NCA ഉണ്ട് ചില സ്കൂളിലൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു എഡ്യൂക്കേഷൻ ഫിലോസഫിയാണ്. ഒരു സബ്ജക്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് അവിടെ ടെക്സ്റ്റ് ബുക്സിൽ കൂടെ നമുക്കത് ഡിഫറൻസ് ചെയ്യാം. അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് നമുക്കൊരു വീഡിയോ എടുക്കേണ്ടി വരും, ബിക്കോസ് ഐ ഹാവ് ടു, അതൊരു ബ്രോഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇനി ഇയർ 11 ഇയർ 12 ആകുമ്പോഴത്തേക്കും അവർക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുമോ? ഓ യെസ്. കേംബ്രിഡ്ജ് IB ഒക്കെ ആകുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്സ് അല്ലാതെ വരുന്നില്ല. അതാ പറഞ്ഞത്, ഡിറ്റോ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന അതേ, യു ആർ വെരി ഫെമിലിയർ വിത്ത് ദ പ്രോസസ്. ഒരു പേരന്റ് നോക്കുമ്പോൾ എന്തുവാ പഠിച്ചെന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന് just look at the textbook, course outline വരെ ഉണ്ട്. You know what the exams are going to be, you know what you're going to be tested on. എല്ലാം ക്ലിയർ കട്ടാണ്. ഇപ്പോൾ മെയിൻലി പേരൻസ് പോയി സ്കൂളിൽ ചെന്ന് സെർച്ച് ചെയ്ത് അവരോട് ചെന്ന് റിസർച്ച് ചെയ്ത് ചോദിക്കുക എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്, കോഴ്സ് ഔട്ട്ലൈൻ ഉണ്ടോ, എന്തുവാ, what am I going to study, what is my son or daughter going to study, ആ രീതിയിലൊക്കെ ചോദിക്കണം. അതെ, അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു ആൻസർ കിട്ടത്തുള്ളൂ. കൂടുതലും നമ്മൾ ഫ്രണ്ട്സും അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാതെ സ്കൂളിൽ തന്നെ go straight to the horse's mouth. ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് അവിടെ പോയി ചോദിച്ച് ask your friends, because friends, ഞാൻ ഒരിക്കലും ഫ്രണ്ട്സ് നോ എന്ന് പറയത്തില്ല. what I'm trying to say here is when we ask other people, നമുക്കൊരു സോഷ്യൽ സെറ്റിംഗ് മനസ്സിലാവും, ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ച് മനസ്സിലാവും, how do the teachers behave, what are the type of students that are there, നമുക്കൊരു ഐഡിയ കിട്ടും. സ്കൂളിൽ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ അക്കാഡമിക്, how do they approach academia, so academic subjects, അതാണ് സ്കൂളിൽ ചോദിക്കേണ്ടത്. ഇനി അടുത്തായിട്ടൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കുന്നതാണ്, എൻ്റെ സ്കൂൾ കുട്ടികളുടെ പേരന്റ് ടീച്ചർ ഇന്റർവ്യൂ ഉണ്ട്, അതിന് പോകുന്ന മസ്റ്റാണോ, അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്? അതല്ല, to be honest, very subjective. പേരൻസിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്. അങ്ങനെ പോകുന്നതുകൊണ്ടുള്ള ഗുണം എന്തായിരിക്കും? ഒബ്വിയസ്ലി ഓരോ ടൈമിലും ഓരോന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഡെഫിനറ്റ്ലി അതിനൊരു ഒരിക്കലും ഞാൻ തീർത്തും ഗുണമില്ലെന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ, നമ്മുടെ സ്കൂളിലോട്ട് പോവാണ്, ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഇവിടെ എല്ലാം എൻകറേജ്മെന്റ് ആണ്. ഒരിക്കലും ഒരു കുട്ടിയെ മോശമായിട്ട് ഒരിക്കലും പറയത്തുമില്ല. സോ therefore you have to be aware.
unless you ask the question, they will never give you an answer. ഓക്കെ, അതാണ് അതിന് മെയിൻ ആയിട്ട്. അതാണ് മെയിനായിട്ട്. നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they will always give you a general broad idea on. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുക, ക്ലാസ്സിലിപ്പം ഭയങ്കര ആക്റ്റീവായിട്ടും ഒരു ചാടി നടക്കത്തില്ല, ക്ലാസ്സിലൊരു അറ്റൻഷൻ കൊടുക്കുന്നില്ല, അറ്റൻഷൻ ഹീസ് നോട്ട് അറ്റൻറ്റീവ്, ഹൈപ്പർ ആക്റ്റീവാണ്, നോട്ട്സ് എഴുതുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മോശമാണെന്ന് പറയാം, പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹീസ് എന്തൂസിയാസ്റ്റിക് എന്ന് നമ്മൾ പറയും. അത് കേൾക്കുക, എന്തൂസിയാസം അല്ലേ, നല്ലതല്ലേ. ഇതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രശ്നം. ടീച്ചേഴ്സ് ഇങ്ങനെ സംസാരിക്കൂ, അത് ഡീകോഡ് ചെയ്യണം. അതെ, അത് പിന്നെ അതെങ്കിൽ ചോദിക്കണം, എൻ്റെ കൊച്ച് എങ്ങനെയാണ് മാത്സിന് പഠിക്കുന്നത് അല്ലെ ഇംഗ്ലീഷ് പഠിക്കുന്നത്, ഓരോ സബ്ജക്റ്റും അവന് മ്യൂസിക്കാണോ ഇൻട്രസ്റ്റ്, അങ്ങനെ ചോദിച്ചെങ്കിൽ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ സബ്ജക്ട് ഡിഫിക്കൽട്ട് ആണെന്ന് വെച്ചാൽ അവരിലും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ഹിം എന്ന് പറയത്തില്ല, അത് നെഗറ്റീവ് ആണ്. ഹി ഫൈൻഡ്സ് ഇറ്റ് ചാലഞ്ചിങ്. എല്ലാ കാര്യം ഇങ്ങനെ സോപ്പിട്ടാ പറയുന്നത്. അപ്പൊ അത് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി. അതിന് ടീച്ചേഴ്സിന് വേറെ കോഴ്സ് ഉണ്ട്. വേറെ കോഴ്സ് അല്ല, അത് താൻ ഇവിടുത്തെ ഒരു നേച്ചറാണ്. ഞാനത് പതുക്കെയാണ് പഠിച്ചത്, പക്ഷേ വളരെ സ്ലോ ആയിട്ടാണ് അത് പഠിച്ചത്. ഞാൻ നാട്ടിലെ രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നതല്ല, ആ ഒരു അപ്രോച്ചുമായിട്ടാണ് വരുന്നത്. മീൻസ് സംബഡി ഈസ് പൂർ ആൻഡ് വാട്ട് ദേ ഡു. അത് എൻ്റെ മനസ്സിൽ വെച്ചാൽ പറയേണ്ടത് ചെയ്താൽ യു ആർ പൂർ ആയിട്ട്, പക്ഷേ ഇവിടുത്തെ രീതി അനുസരിച്ച് അങ്ങനെയല്ല. നമ്മളത് വളരെ നൈസായിട്ടും ഇങ്ങനെ. നമ്മൾ സെക്കൻഡറി സ്കൂളിൽ ഒരുമാതിരി കാര്യങ്ങളൊക്കെ ഐ ബിലീവ് ഇഫ് നമുക്കൊരു ലാസ്റ്റ് നമ്മൾ പറയുവാണെങ്കിൽ വാട്ട് ഷുഡ് എ പാരന്റ് ഡു, നമുക്കൊരു പോയിന്റ് ആയിട്ട് പറയുവാണെങ്കിൽ വാട്ട് ഷുഡ് എ പാരന്റ് ഡു. പുതിയതായിട്ട് വന്നൊരു പാരന്റ് സെക്കൻഡറി സ്കൂളിൽ പിള്ളേരെ ചേർക്കുക. പ്രൈമറി സ്കൂൾ ഈസ് ഈസി, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ആക്കഡമിക് കൺസേൺസ് ഉള്ളൊരു പാരന്റ് ഇവിടെ വരുവാണെങ്കിൽ വാട്ട് ഷുഡ് ദേ ഡു ഫസ്റ്റ്? നമ്പർ 1, ask the teachers. ആരുമായിട്ട് ഒരു ഇതുണ്ട്, ask the teachers what are they going to learn. Text books ഉണ്ടോ? How do I figure out or find out the progress? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഹോപ്പ്ഫുള്ളി ഇൻ എ ഫ്യൂ മന്ത്സ് ആ പേരൻസ് ഇൻവോൾവ് ആണെങ്കിൽ ദേ വിൽ ഗെറ്റ് ടു നോ ദ റെസ്റ്റ്. പക്ഷേ ആദ്യത്തെ 3 കാര്യങ്ങൾ ഇങ്ങനെയാണ്, അതാണ് മെയിനായിട്ട് വേണ്ടിയത്. അതെ, ഇപ്പം നമ്മളീ പറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻഫർമേഷൻ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പേരൻസ് ഡെഫിനറ്റ്ലി ചോദിക്കും, മനസ്സിലാവല്ലോ. പേരൻസ് വിൽ. അതെ, എപ്പോഴും എന്നെ കാണുന്ന പുതിയ പേരൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്കൂളിങ്ങിനെ പറ്റി. പ്രത്യേകിച്ച് ഇയർ 3, 3 വയസ്സ് 4 വയസ്സുള്ളവർക്ക് എപ്പോഴാണ് സ്കൂളിൽ ചേർക്കേണ്ടത്, ഏത് സ്കൂളാണ് നല്ലത്, അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂളിൻ്റെയും. അതുപോലെ തന്നെ അടുത്ത് ഇനി നമുക്ക് ടെർഷ്യറി സ്കൂളിനെ പറ്റി പറയാനുണ്ട്, അവരും അതും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ നന്ദി, നമസ്കാരം.